पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। രാജസ്ഥാനിലെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണിത്. മുമ്പ് കോൺഗ്രസ് സർക്കാരായിരുന്നപ്പോൾ അവർ പറഞ്ഞു രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രധാന അവകാശി മുസ്ലിങ്ങളാണെന്ന്. അതിനർത്ഥം ഈ സമ്പത്തെല്ലാം എടുത്ത് ആർക്ക് കൊടുക്കും? എന്താണ് ഈ പരാമർശത്തിലൂടെ മോദി ഉദ്ദേശിക്കുന്നത്? 18 വർഷം മുമ്പത്തെ 2006 ഡിസംബറിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗമാണ് മോദി സൂചിപ്പിക്കുന്ന ഒന്ന്. Along with programs for the uplift of scheduled castes, scheduled tribes, other backward classes, minorities and women and children. The component plans for scheduled castes and scheduled tribes will need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. എന്താണ് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞത്? വിവിധ മേഖലകളിലെ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകേണ്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരായിരിക്കണം. ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഇവിടെയുള്ള വികസനത്തിന്റെ ആനുപാതിക പങ്ക് ഉറപ്പാക്കണം. അവർക്കാണ് ഈ വിഭവങ്ങളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് എന്നായിരുന്നു. ഇതിൽ അവർക്കാണ് വിഭവങ്ങളുടെ ആദ്യ പങ്ക് എന്ന പരാമർശത്തിലെ അവർ എന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെതാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചുള്ള റിപ്പോർട്ടുകളാണ് അന്ന് ചില മാധ്യമങ്ങൾ നൽകിയത്. ഇതിൽ അന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവും നൽകിയതാണ്. അവർ എന്നാൽ അത് SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവുമെന്നാണ് ഉദ്ദേശിച്ചത്. അന്ന് വിശദീകരണം നൽകിയ വിഷയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി വീണ്ടും ഉയർത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രധാന അവകാശി മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ പറഞ്ഞുവെന്ന് കള്ളം പറയുകയാണ് മോദി. രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ചാണ്. എന്താണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്? പ്രകടന പത്രികയുടെ 8ാമത്തെ പേജിൽ 5ാമത്തെ പോയിന്റായി പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് മുഴുവൻ സാധ്യതകളും സ്വീകരിക്കുമെന്നാണ്. ഇതിലെന്താണ് മോദിക്ക് ഇത്ര പ്രകോപനമുണ്ടാക്കാൻ?